ഹായ് ഡിയോസ്. ഫെബ്രുവരി 2025 നടന്ന സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരുന്നു നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. സോ പാർട്ട് 1 നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. പാർട്ട് 2 നമ്മൾ 26 മുതൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് സോഡിയം ഇസഡ് ഈസ് ഈക്വൽ ടു 11. അപ്പം ഇസഡ് ഈസ് ഈക്വൽ ടു 11 ആകുമ്പോൾ അതിന്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വരുവാണെങ്കിൽ ഞാനത് എഴുതുന്നില്ല. ലാസ്റ്റ് ഇലക്ട്രോണിന്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 3s1 ആയിരിക്കും. 11 ഇലക്ട്രോൺസ് അല്ലേ, അപ്പൊ 281 ലാസ്റ്റില് തേർഡ് ഷെല്ലിൽ എസ് ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ കാണും. സോ ഇതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? നമ്മളൊരു ഔട്ടർമോസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഒരു ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു സിമ്പൽ യൂസ് ചെയ്യാം. സോ എസ് എന്ന് പറയുന്നത് സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. സ്പിൻ ക്വാണ്ടം നമ്പർ ഇലക്ട്രോണിന്റെ എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. എസ് ഇസ് ഈക്വൽ ടു ഹാഫ്. ദെൻ എൽ എന്ന് പറയുന്നത് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ അല്ല, ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം. അത് എസ് ആണ്. എസ് എന്ന് പറയുമ്പോൾ ഇവിടെ എൽ ഈക്വൽ ടു 0 ആണ്. ദെൻ ജെ എന്ന് പറയുന്നത് എസ് പ്ലസ് എൽ ആണ്. അപ്പൊ ഇതിന്റെ ഹാഫ് തന്നെ വരും. ദെൻ നമ്മൾ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും 2 ഇൻറ്റു ഹാഫ് പ്ലസ് 1, അപ്പൊ 2. എല്ലിന്റെ സ്ഥാനത്ത് 0 ആണ്. സോ എസ് ജെ ഇസ് ഈക്വൽ ടു ഹാഫ്. 2s ഹാഫ് വരും. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Which of the following neglect the motion of atomic nuclei while describing the electrons in a molecule? അതിന്റെ ആൻസർ ഏതാണ്? ബോൺഹേമർ അപ്രോക്സിമേഷൻ ആണ്. അവിടെ നമ്മൾ ചെയ്യുന്ന എന്താണ്? അറ്റോമിക് ന്യൂക്ലിയയ്ക്ക് ഹെവിയർ ന്യൂക്ലിയസ് ആയതുകൊണ്ട് നമ്മൾ അതിന്റെ മോഷനെ ഫിക്സ്ഡ് ആക്കി വെക്കുവാണ്. അതിനുശേഷമാണ് ഇലക്ട്രോൺസിന്റെ മോഷനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. സോ ബോൺ ഓപ്പൻഹൈമർ അപ്രോക്സിമേഷൻ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ദ അഡ്മിസിബിൾ പൊട്ടൻഷ്യൽ between neutron and proton in a neutron is finite square potential. Option A ആണ് correct answer. The non-conserved quantity in the reaction P is equal to E plus gamma. So ഇതിൽ ഏതാണ് നോൺ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഓരോന്നും കൺസേർവ്ഡ് ആണോ എന്ന് നോക്കാം. പ്രോട്ടോണിന്റെ ചാർജ് കൺസേർവ്ഡ് ആണോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? +1 ആണ്. ഓപ്പോസിട്രോണിന്റെ ചാർജ് എന്താണ്? +1 ആണ്. ഗാമയുടെ ചാർജ് എന്താണ്? 0 ആണ്. സോ ചാർജ് കൺസേർവ്ഡ് ആണ്. ഇനി ബേറിയം നമ്പർ കൺസേർവ്ഡ് ആണോ എന്ന് നോക്കാം. പ്രോട്ടോണിന്റെ ബേറിയം നമ്പർ എന്താണ്? പ്രോട്ടോണിന്റെ ബേറിയം നമ്പർ +1 ആണ്. പോസിട്രോണിന്റെ ബേറിയം നമ്പർ 0 ആണ്. ഗാമയുടെ ബേറിയം നമ്പർ 0 ആണ്. അപ്പൊ ബേറിയം കൺസേർവ്ഡ് അല്ല. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 30th question. The fission fragment are general radioactive because they are എന്താണ്? റേഡിയോആക്റ്റീവ് ആകുമ്പോൾ they are rich in neutrons ആയതുകൊണ്ടാണ്. ഇനി ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ദാറ്റ് ഷോസ് ദ ന്യൂക്ലിയോൺ ഫില്ലിംഗ് ആൻഡ് ന്യൂക്ലിയോൺ നമ്പർ. അപ്പൊ ന്യൂക്ലിയോൺ ഫില്ല് ചെയ്ത് വരുന്നതിനൊരു ഓർഡർ ഉണ്ട് അല്ലെ? അത് ഇങ്ങനെയാണ് പോകുന്നത്. 1s half, 1p 3/2, 1p 1/2, 1d 5/2, 2s 1/2 ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 13 ആണ്. സോ ഇതിന്റെ അകത്തൊരു കറക്റ്റ് ആൻസർ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ന്യൂക്ലിയോൺ ഫില്ലിംഗ് ആണെങ്കിൽ ഇതാണ് കറക്റ്റ് ഓർഡർ എന്ന് പറയുന്ന സീക്വൻസ് ഇതാണ്. പക്ഷെ ന്യൂക്ലിയോൺ നമ്പർ 18 ആണ് വരേണ്ടത്. ഓക്കെ. 32. The violation of mass energy conservation law in meson theory of nuclear force is in accordance with. ഏതിന് അക്കോർഡൻസ് ആയിട്ടാണ്? ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പൽ. Which among the following has a non-classical origin in the semi-empirical formula? Semi-empirical ഫോർമുലയിൽ ക്ലാസിക്കൽ ഒറിജിൻ ആണ് സർഫസ് ടേം, വോളിയം ടേം, കൂളം ടേം എന്നൊക്കെ. പക്ഷെ അസിമെട്രിക് ടേം വരുമ്പോഴോ അതൊരു ക്വാണ്ടം മെക്കാനിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണ് അസിമെട്രിക് ടേം വരുന്നത്. സോ അതാണ് നോൺ ക്ലാസിക്കൽ ഒറിജിൻ ഉള്ളത്. ഐഡന്റിഫൈ ദ പെയർ വിച്ച് റെപ്രസെന്റ്സ് എ മിറർ ന്യൂക്ലിയർ. മിറർ ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ എന്താ? അവരെ രണ്ടുപേരുടെയും നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസിന്റെയും സമ്മ്, അതായത് മാസ് നമ്പർ സെയിം ആയിരിക്കും. പക്ഷെ പ്രോട്ടോൺ നമ്പർ, ഒരാളുടെ പ്രോട്ടോൺ നമ്പർ എന്താണോ അതായിരിക്കും മറ്റേ ന്യൂക്ലിയയുടെ ന്യൂട്രോൺ നമ്പർ. ദെൻ ആ ന്യൂക്ലിയയുടെ പ്രോട്ടോൺ നമ്പർ ആയിരിക്കും ഈ ന്യൂക്ലിയയുടെ ന്യൂട്രോൺ നമ്പർ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിരിക്കും. സോ അതിന്റെ ആൻസർ ഞാൻ എല്ലാ ഓപ്ഷനും ചെയ്യുന്നില്ല. ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ. ചെയ്ത് കാണിച്ചു തരാം. സോ ഇതിന്റെ അകത്ത്
ക്രോമിയത്തിന്റെ പ്രോട്ടോൺ നമ്പർ എത്ര 24 ആണ്. അപ്പൊ ന്യൂട്രോൺ നമ്പർ എത്രയായിരിക്കും? 52 മൈനസ് 24 ചെയ്താൽ മതി. ചെയ്യുമ്പോൾ എത്ര കിട്ടും? 28. അപ്പൊ ക്രോമിയത്തിന്റെ പ്രോട്ടോൺ നമ്പർ 28 ആണ്. നിക്കലിന്റെ പ്രോട്ടോൺ നമ്പർ എത്രയാണ്? 28 ആണ്. ഇതിന്റെ ന്യൂട്രോൺ നമ്പർ ആണ് നിക്കലിന്റെ പ്രോട്ടോൺ നമ്പർ. ദെൻ നിക്കലിന്റെ ന്യൂട്രോൺ നമ്പർ എത്രയാണെന്ന് നമുക്ക് നോക്കാം. 52 മൈനസ് 28 ചെയ്യുമ്പോൾ 24 കിട്ടും. സോ ഇതിന്റെ പ്രോട്ടോൺ നമ്പർ ആണ് ഇതിന്റെ ന്യൂട്രോൺ നമ്പർ. ഇതിന്റെ ന്യൂട്രോൺ നമ്പർ ആണ് ഇതിന്റെ പ്രോട്ടോൺ നമ്പർ. അതാണ് മിറർ ന്യൂക്ലിയ എന്ന് പറഞ്ഞത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം ഹൈ എക്സൈറ്റഡ് സ്റ്റേറ്റ് ന്യൂക്ലിയ ടു ആൻ ഇന്നർ അറ്റോമിക് ഇലക്ട്രോൺ. അതിനെന്താ പറയുന്നത് നമ്മൾ? ഇന്റേണൽ കൺവേർഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അലൗഡ്? ഇതിൽ അലൗഡ് ആയിട്ടുള്ള കേസ് ഏതൊക്കെയാണെന്ന്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? കൺസേർവ്ഡ് ആണോ നോക്കണം. ഓരോ ഇക്വേഷൻസും എടുത്തിട്ട് കൺസേർവ്ഡ് ആണോ നോക്കണം. അപ്പം ബെറിയോൺ നമ്പറും ലെപ്റ്റോൺ നമ്പറും കൺസേർവ്ഡ് ആണോ എന്ന് നോക്കിയാൽ മതി. അത് കൺസേർവ്ഡ് ആണെങ്കിൽ അലൗഡ് ആണ്. അപ്പൊ ആദ്യത്തെ നോക്കിക്കേ, നമുക്ക് ജസ്റ്റ് നോക്കാം. പയോൺ ഗീവ്സ് മ്യോൺ പ്ലസ് മ്യോൺ ന്യൂട്രിനോ. അപ്പം ഇതിന്റെ ബെറിയോൺ നമ്പർ എങ്ങനെയായിരിക്കും? പയോണിന്റെ ബെറിയോൺ നമ്പർ 0 ആയിരിക്കും, ഇതിന്റെ 0 ആയിരിക്കും, ആന്റി ന്യൂട്രിനോ 0 ആയിരിക്കും. ഇനി ലെപ്ട്രോൺ ആവുമ്പോഴോ പയോണിന്റെ ലെപ്ട്രോൺ 0 ആയിരിക്കും, മ്യോണിൻ്റെത് -1 ആയിരിക്കും. മ്യോൺ പ്ലസ് ആയതുകൊണ്ടാണ് -1. ആന്റി ന്യൂട്രിനോ ഓഫ് മ്യോൺ 0 ആണ്. അപ്പൊ ഇത് കൺസേർവ്ഡ് അല്ല. ലെപ്ട്രോൺ നമ്പർ കൺസേർവ്ഡ് അല്ല, ബെറിയോൺ കൺസേർവ്ഡ് ആണ്. അപ്പൊ അത് അലൗഡ് ആയിരിക്കില്ല. അടുത്തത് പയോൺ പ്ലസ് പയോൺ മൈനസ് ഗീവ്സ് ഗാമ. ഇതില് ബെറിയോൺ നമ്പർ എന്താണ്? 0 ഗീവ്സ് 0. ബെറിയോൺ കൺസേർവ്ഡ് ആണ്. ലെപ്ട്രോൺ നമ്പർ നമുക്കൊന്ന് നോക്കാം. ലെപ്ട്രോൺ 0 ഗീവ്സ് 0. അപ്പൊ ലെപ്ട്രോണും കൺസേർവ്ഡ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സിയിലോട്ട് ഞാൻ പോകുന്നില്ല. ഇനി 37th ക്വസ്റ്റ്യൻ. ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് when all the nuclei in 1 kilogram of deuterium fuse by the reaction. അപ്പം ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് ഈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ നോർമൽ ഡ്യൂട്ടീരിയത്തിന്റെ എനർജി റിലീസ് ചെയ്യുന്ന എത്രയാണ്? 43 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 കിലോഗ്രാം ഓഫ് ഡ്യൂട്ടീരിയത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജി എത്രയാണെന്നാണ്. അപ്പം അതിനാദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 1 കിലോഗ്രാം ഓഫ് ഇലക്ട്രോണിൽ 1 കിലോഗ്രാം ഓഫ് ഡ്യൂട്ടീരിയത്തിൽ എത്ര നമ്പർ ഓഫ് ന്യൂക്ലിയ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ന്യൂക്ലിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്പർ ഓഫ് ന്യൂക്ലിയ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂക്ലിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമുക്കറിയാം, നമ്പർ ഓഫ് മോൾ ഇൻറ്റു എന്നെ അവഗാഡ്രോ നമ്പർ ചെയ്യണം. നമ്പർ ഓഫ് മോൾസ് ഉണ്ടോ ഇവിടെ? ഇല്ല. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസിന് ഞാൻ W എന്നും മോളാർ മാസിന് M എന്നും കൊടുത്തുന്നേ ഉള്ളേ. ഗിവൺ മാസ് എത്രയാ പറഞ്ഞിരിക്കുന്നത്? 1 കിലോഗ്രാം. മോളാർ മാസ് എത്രയാണ്? മോളാർ മാസ് എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയത്തിന്റെ മാസ് 2 ആണ്. സോ 1 കിലോഗ്രാം ആണ്. അപ്പൊ നമുക്കത് ഇത് ഗ്രാമിലായതുകൊണ്ട് രണ്ടും ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? 500 ഗ്രാം ആണ്. അപ്പൊ 500 നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. 1000/2 ചെയ്യുമ്പോൾ 500 മോൾസ് കിട്ടും. ഇനി അതേ 500 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്യുമ്പോൾ 6.022 ഇൻറ്റു 10⁻23 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? നമ്പർ ഓഫ് ന്യൂക്ലിയ കിട്ടി. ഇപ്പൊ നമ്പർ ഓഫ് ന്യൂക്ലിയ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്യൂട്ടീരിയം റിലീസ് ചെയ്യുന്ന എനർജിയാണ് 43. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി റിലീസ് എന്തായിരിക്കും? ഇതേ ഇൻറ്റു ഈ എനർജി, ടോട്ടൽ എനർജി എന്ന് പറയുമ്പോഴേക്കും ഇവിടെ റിലീസ് ചെയ്യുന്ന എനർജി 43 ആണ്. അതേ ഇൻറ്റു നമ്പർ ഓഫ് ന്യൂക്ലിയ ചെയ്താൽ മതി. ഇവിടെ മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇലക്ട്രോൺ വോൾട്ടിലാക്കിയിട്ട് ദെൻ അത് ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യണം. 43 ഇൻറ്റു 10⁻6 മെഗാ മാറ്റിയതാണ്, ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 ചെയ്തപ്പോൾ ജൂളിലോട്ടായി. അപ്പൊ നമ്പർ ഓഫ് ന്യൂക്ലിയ കിട്ടി ഇൻറ്റു നമ്പർ ഓഫ് മോൾ എത്രയാണ്? 500 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ ഡി ആണ്, 34.56 ഇൻറ്റു 10⁻13 ജൂൾ. യെല്ലോ കേക്ക് എന്ന് അറിയപ്പെടുന്നത് യുറേനിയം ആണ്. മാസ്ഡ് ഫോർവേഡ്.
ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2വിൽ നിന്നും കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ആരൊക്കെയാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഡീകെ ഏതാണ്? നമുക്കറിയാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഡീകെ എന്ന് പറയുമ്പോൾ പയോൺ ഡീകെ ചെയ്ത് പോസിട്രോണും ഇലക്ട്രോണുമായി മാറുന്നത്. ഇതിന്റെ അകത്ത് സ്ട്രോങ് ഡീകെ ഏതാണ്? സ്ട്രോങ് ഡീകെ നമുക്ക് 3 പറയാം. ദെൻ നെഗറ്റീവ് ബീറ്റ ഡീകെ ഏതാണ്? ബീറ്റ ഡീകെ എന്ന് പറയുമ്പോൾ പ്രോട്ടോൺ ന്യൂട്രോൺ ആയിട്ട് മാറുന്നതാണ്. അപ്പൊ നെഗറ്റീവ് ആവുമ്പോൾ ന്യൂട്രോൺ പ്രോട്ടോൺ ആയിട്ട് മാറുന്നത്. അപ്പം എ വരുന്നത് 4 ആണ്, ബി വരുന്നത് 3 ആണ്, സി വരുന്നത് 2 ആണ്, ദെൻ ഫോർത്ത് വൺ ഡി വരുന്നത് വീക്ക് ഡീകെ ആണ്, കയോണ്ട്. അപ്പം A4 B2 A4 B3 C2 D1 അല്ലേ? ഓപ്ഷൻ ബി. The speed of a moving relativistic particle whose mass is 3 times its rest mass. റിലേറ്റിവിറ്റിയിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. M is equal to mass of particle M is equal to m0 by root of 1 minus v square by z square. M എത്രയാണെന്നാ പറഞ്ഞത്? 3 times of rest mass ആണ്. അപ്പൊ 3m0 is equal to m0 divided by root of 1 minus v square by z square. m0 get cancel. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ സ്ക്വയറും കൂടെ ചെയ്തിട്ട് എഴുതുവാണ്. 1 by v square c square is equal to 1 by 9. എങ്ങനെ ഇത് വന്നത്? ഇതിനെ ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുവന്നു, ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/3 ആണ്. സ്ക്വയർ ചെയ്തപ്പോൾ 1/9 ആയി. ദെൻ വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 minus 1/9. സോ വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 8/9. v square is equal to 8/9 c square. v is equal to root 8/3 c. ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം റൂട്ട് 8നെ ഒന്ന് കൺവേർട്ട് ചെയ്ത് എഴുതാം. റൂട്ട് 8 എന്ന് പറയുമ്പോൾ 2√2 ആയിരിക്കും. 2√2/3 c. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഐഡന്റിഫൈ ദ നോൺ ഡയറക്ഷണൽ ബോണ്ട്. ഇതിന്റെ അകത്ത് നോൺ ഡയറക്ഷണൽ ബോണ്ടിന്റെ എക്സാമ്പിൾ ഏതാണ്? അയോണിക് ആണ്. ഡ്യൂ ടു ദ ഫ്രെങ്കൽ ഡിഫക്ട് ദ ഡെൻസിറ്റി ഓഫ് അയോണിക് സോളിഡ് എന്ത് മാറ്റം വരുന്നു? ഫ്രെങ്കൽ ഡിഫക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ ഇങ്ങനെ ഉള്ള അയോൺസ് തന്നെ ആ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് ജമ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ അകത്ത് മാസിനൊന്നും ഡിഫറൻസ് ഉണ്ടാവുന്നില്ല, വോളിയത്തിൽ ഡിഫറൻസ് ഉണ്ടാവുന്നില്ല, സോ ഡെൻസിറ്റിയിലും മാറ്റം വരില്ല. ഡസ് നോട്ട് ചേഞ്ച്. ദ ബാങ്ക് ആംഗിൾ ഫോർ ഫസ്റ്റ് ഓർഡർ റിഫ്ലക്ഷൻ 111 plane in a crystal is 30 degree. Wavelength of X-ray is 1.75 angstrom. Calculate the lattice parameter. അപ്പം നമുക്കറിയാം ബ്രാഗ്സ് ഇക്വേഷൻ n lambda equal to 2d sin theta ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ലാറ്റിസ് പാരാമീറ്റർ എ ആണ്. എയും ഡിയും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. എയും d is equal to a root 3/3 ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഇതിൽ നിന്ന് ഡി കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് അപ്പൊ n 1 ആണ്, ലാംഡ 1.75 ആണ്, ഇൻറ്റു 2d എത്രയാണ്? ഡി ആണ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. സൈൻ തീറ്റ 30 ഡിഗ്രി, സൈൻ 30 1/2. 1.75 is equal to 2d into 1/2. ഹാഫ് വെട്ടിപ്പോയി 1.75 ഡി. അപ്പൊ ഡി എത്രയാണ്? 1.75 ആൻസ്ട്രം ആണ്. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എ is equal to 3d by root 3 is equal to 3 into 1.75 by root 3. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 3.31 ആൻസ്ട്രം ആണ് കിട്ടുന്നത്. ഓപ്ഷൻസ് എല്ലാം വളരെ സിമിലർ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. 3.31 ആൻസ്ട്രം ആണ് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. കാൽക്കുലേറ്റ് ദ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇൻട്രിൻസിക് semiconductor at 300 Kelvin. Give the below data. Given the carrier concentration തന്നിട്ടുണ്ട്, ni യുടെ വാല്യൂ, carrier mobility തന്നിട്ടുണ്ട്, mu n തന്നിട്ടുണ്ട്, mu p തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താ? കണ്ടക്ടിവിറ്റി ആണ്. അപ്പൊ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സിഗ്മ is equal to E into ni mu p mu n plus pi mu p. So ഇൻട്രിൻസിക് സെമികണ്ടക്ടർ ആണെങ്കിൽ അവിടുത്തെ പ്രോട്ടോണിന്റെ കോൺസെൻട്രേഷനും ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷനും സെയിം ആയിരിക്കും. അപ്പൊ ni is equal to pi ആയിരിക്കും. ബാക്കി എല്ലാ വാല്യൂസും ഇവിടെ തന്നിട്ടുണ്ട്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി.
ഇത് സോൾവ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ആൻസർ കിട്ടുന്നത് 2.22 ആണ്. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വാല്യൂസ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. The lattice parameter for an orthorhombic crystal are related by A is equal to 2B equal to 3C. Find the interplane of separation between 1, 1, 0 plane. അപ്പൊ ഇവിടെ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഇന്റർപ്ലേനാർ സെപ്പറേഷൻ ബി കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് ഓർത്തോറോംബിക് ക്രിസ്റ്റലിന്റെ ഇക്വേഷൻ അറിയണം. അത് 1/d² HKL is equal to h²/a² plus k²/b² plus l²/c² ആണ്. സോ HKL എന്ന് പറയുന്നത് എന്താ? HKL 110 ആണ്. സോ 1/a² plus 1/b² plus c എന്താണ്? 0 ആണ്. അപ്പൊ അത് ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ 1/d² HKL 1/d² c equal to 1/a² plus 1/b² നമുക്ക് ഇക്വേഷൻ കിട്ടി. ദെൻ അതിൽ നിന്ന് എയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് a equal to 2b ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷനിലെല്ലാം എ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ബിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. a equal to 2b ആണെങ്കിൽ b is equal to a/2. അപ്പൊ ബിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പം 1/a² plus 1/a²/4 അതായത് 5/a². അപ്പൊ 1/d² ആണ്. അപ്പൊ d² is equal to a²/5. d is equal to a/√5. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. The wave vector that lie within the first Brillouin zone in reciprocal space describe ഏതാണ്? ബ്ലോക്ക് വേവ് ആണ്. The energy momentum EV relation in a solid is given by EK is equal to half AK² plus B k raised to 4 where A and B are constant. Calculate the effective mass. അപ്പൊ effective mass എനർജി മൊമെന്റും തമ്മിലുള്ള റിലേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ്? m star effective mass is equal to h cross square divided by d² E by dk². അപ്പൊ നമ്മൾ ഇത് സോൾവ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഇതിന്റെ വിത്ത് റെസ്പെക്ട് ടു കെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ എടുക്കണം. അപ്പൊ ഞാനിത് ചെയ്യുന്നില്ല. അത് ചെയ്യുമ്പോൾ d² E by dk² ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ ആൻസർ എന്താണെന്ന് ഞാൻ പറയാം. അത് 1 plus 6bk k equal to k0 എന്ന് പറഞ്ഞില്ല, k0² എന്നാണ് കിട്ടുന്നത്. ദെൻ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും m star is equal to h cross divided by a plus 6b, ഇവിടെ a ആണ്, a plus 6b k0². അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ജസ്റ്റ് ആദ്യം എന്താ d² E by dk² സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ എടുക്കുക എന്നുള്ളത് മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ. For a metal obeying Sommerfeld model exactly, choose the relationship connecting Fermi energy and Hall effect. എനിക്ക് തോന്നുന്ന ഓപ്ഷൻ ബി ആണെന്നാണ്. എന്തായാലും റിലേറ്റഡ് ആണ്. ഇതിൽ ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഓപ്ഷൻ ബി ആണെന്നാണ് തോന്നുന്നത്. Find the separation distance x between the two atoms when the potential energy interaction between them in the field of each other in a diatomic molecule becomes a local minimum. അപ്പൊ മിനിമം ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ അറിയാം? ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പൊ du/dx is equal to 0. ഇത് സോൾവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -12a/x⁻13 ഞാൻ സോൾവ്ഡ് ആൻസർ അങ്ങ് എഴുതി പോവാണ്. പ്ലസ് 6ab നമുക്ക് ചെയ്ത് കാണിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് x⁻7 equal to 0. സോൾവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6b/x⁻7 is equal to 12a²/x⁻13 x⁻13 ഇത് സോൾവ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് x⁻6 is equal to 2a/b എന്നാണ്. അപ്പം ആകുമ്പോൾ x is equal to 2a/b whole raised to 1/6 എന്ന് വരും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Then next question, the resonant circuit of a tuned collector transistor oscillator has a resonance frequency of 4.4 megahertz. The capacitance is increased by 21%. റെസൊണൻസ് ഫ്രീക്വൻസി. അപ്പൊ ആദ്യത്തെ കപ്പാസിറ്റൻസ് സി ആണെങ്കിൽ ന്യൂ കപ്പാസിറ്റൻസ് സി ഡാഷ് എന്തായിരിക്കും? 21% ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ആദ്യം സി ആയിരുന്നു, പ്ലസ് 21% സിയും കൂടെ ഇൻക്രീസ് ചെയ്തു.
അപ്പൊ എങ്ങനെ വരും? സി പ്ലസ് 21% എന്ന് പറഞ്ഞാൽ 21/100 സി. സോൾവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് 0.21 സി എന്ന് കിട്ടും. ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ 100 സി പ്ലസ് 21/100 ചെയ്യുമ്പോഴേക്കും 0.21 സി എന്ന് കിട്ടും, പുതിയ സി ഡാഷ്. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഒന്ന് കണ്ടുപിടിക്കാം. ന്യൂ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു 1/2π റൂട്ട് ഓഫ് എൽ ഇൻറ്റു 0.21 സി എന്ന് പറയും. അപ്പോൾ ഇതിനെ മാത്രം ഞാൻ ഒന്ന് പുറത്തോട്ട് എടുക്കുവാണ്. അപ്പൊ എങ്ങനെ വരും? 1/2π റൂട്ട് ഓഫ് എൽ സി ഇൻറ്റു റൂട്ട് ഓഫ് 1.21 ആണ്. സോറി, 1.21. ഇത് സോൾവ് ചെയ്യുമ്പോഴേക്കും 1.21 വരണം. 1/2π റൂട്ട് ഓഫ് എൽ സി എന്ന് പറയുന്നത് എന്താ? പഴയ ഫ്രീക്വൻസി തന്നെയല്ലേ? അത് എത്രയാന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 4.4 ആണ് തന്നിട്ടുണ്ട്. 4.4 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1.21 എന്ന് പറയുമ്പോഴേക്കും 4.4 ഡിവൈഡഡ് ബൈ 1.1. റൂട്ട് ഓഫ് 1.21 എന്ന് പറഞ്ഞാൽ 1.1 ആണ്. സോൾവ് ചെയ്യുമ്പോൾ 4 മെഗാഹെഡ്സ് ആണ് എനിക്ക് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയത്. നിങ്ങൾ കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ലോവസ്റ്റ് ലെവൽ പ്രോഗ്രാം ലാംഗ്വേജ് യൂസ്ഡ് ഇൻ മൈക്രോ പ്രൊസസർ ഏതാണ്? അസംബ്ലി സ്റ്റേജ്. വിച്ച് among the following is not true about Gaussian function? ഫസ്റ്റ് തന്നെ റോങ് ആണ്. y is equal to -x ആണ് Gaussian function ഒബേ ചെയ്യുന്ന മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഓഫ് 4.5 into 10⁻³ and 0.0. ഇതിന്റെ അകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? ഇതിന്റെ അകത്ത് എത്രയാണ്? 1, 2, 3. പവർ നമ്മൾ കൂട്ടില്ല, പവർ ഇല്ലാത്ത വാല്യൂസ് 1, 2, 3. 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഇതിന്റെ അകത്ത് 1, 2, 3. സോ രണ്ടിലും 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വെച്ചാണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ.